നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ വിരമിക്കുകയാണ് എന്ന് വീണ്ടും പറഞ്ഞു. അന്ന് വേൾഡ് കപ്പിൽ നോർവേയോട് പരാജയപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സ്റ്റേഡിയത്തിലാണ് ഞാൻ തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നെ അതിനെക്കുറിച്ച് വലിയ പ്രതികരണങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിരുന്നില്ല. ഇന്നലെ സാന്റോസിൻ്റെ കോപ്പ സുഡാമേരിക്കാന മത്സരം യൂണിവേഴ്സിഡാഡുമായിട്ടുണ്ടായിരുന്നു. ആ കളിക്ക് ശേഷമാണ് മിക്സഡ് സോണിൽ വെച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ബ്രസീലിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട്, ചരിത്രം കുറിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആ അനുഭവങ്ങളിലേക്ക്, ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ പോവില്ല എന്ന് പറയുന്നത്. അതായത് വ്യക്തമായും ഒരു വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്നുള്ളതാണ്. അപ്പം ഈ പോക്ക് ഇത്തിരി നേരത്തെ ആയില്ലേ, 34 വയസ്സേ നെയ്മർക്കുള്ളൂ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെ, ബ്രസീൽ ടീമിലെ കരിയർ എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സർ ഉണ്ട്. വെൽക്കം ഷിഹാബ് സർ. നെയ്മർ ജൂനിയറിന് 34 വയസ്സേ ഉള്ളൂ. ഈ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി കളിച്ചത് 39-ാം വയസ്സിലാണ്. 41 വയസ്സിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ചൊക്കെ കളിച്ചത്. അപ്പോൾ നെയ്മർ ഇപ്പോഴേ ഇനി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാനില്ല എന്ന് പറയുമ്പോൾ ഒരിത്തിരി നേരത്തെ ആയില്ലേ ആ പോക്ക്? നെയ്മർ റിട്ടയർ ചെയ്യുന്നത് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ നമ്മളൊന്നൊരു ബ്രസീൽ ലെജൻഡ് എന്ന രീതിയിലാണ് റിട്ടയർ ചെയ്യുന്നത്. അതിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് ഹിസ് ജനറേഷൻ എന്ന രീതിയിലാണ്. അതിലുപരി നമ്മൾ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഒരു ബിഗ്ഗസ്റ്റ് വാട്ട് ഇഫ് എന്നുള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിലാണ് വിരമിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയായിരുന്നെങ്കിൽ, ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ചില വേൾഡ് ഫുട്ബോളിൽ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കോ വാൻ ബാസ്റ്റൻ, ഹോളണ്ടിൻ്റെ ഇഞ്ചുറി കാരണം 28-ാം വയസ്സിൽ വിരമിച്ച ആളാണ്. അപ്പോൾ എന്നാലും നമ്മൾ സ്റ്റിൽ ഇപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നത് വേൾഡ് ഫുട്ബോളിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ്. അതേപോലെ റൊണാൾഡോ നസാരിയോ നമ്മൾ പറയാറുണ്ട്, അപ്പോൾ ആ ഒരു ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള നീ ഇഞ്ചറീസ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റോങ് ആയിട്ടുള്ള ഒരുപാട് കരിയർ ചോയ്സുകൾ, ഇഞ്ചുറീസുകൾ, അതുപോലെ ചിലപ്പോഴൊക്കെ ഒരു ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളൊക്കെ നെയ്മറിൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു പ്രിമേച്ചർ ആയിട്ടുള്ള ഒരു എൻഡാണ് എന്ന് മാത്രം. അത് മാത്രമല്ല, അതായത് ഞാൻ സക്സസ്ഫുൾ അല്ല കരിയർ എന്ന് ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ വാട്ട് ഈ അച്ചീവ്ഡ്, അത് നേടിയതിനും എന്നാൽ നമ്മൾ നേടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നേട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനിടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാണ്, അതായത് അദ്ദേഹത്തിന് എന്ത് അച്ചീവ് ചെയ്യാമായിരുന്നു, അത് ഇപ്പോൾ എന്ത് അച്ചീവ് ചെയ്തു, അത് തമ്മിൽ നോക്കുമ്പോൾ ഒരു വലിയ അന്തരമുണ്ട്. ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഫുട്ബോൾ ലോകം കണ്ട സ്വപ്നങ്ങളുണ്ട്. ഒരു വലിയ യങ് ടാലൻറ്റഡ് പ്രോമിസിങ് പ്ലെയർ എന്ന രൂപത്തിൽ കണ്ടിട്ട് അത്രത്തോളം ഉയരത്തിലേക്ക് പോയോ എന്നൊരു ചോദ്യമാണ് ആരാധകരുടെ മനസ്സിലുമുള്ളത്. ഇപ്പം നെയ്മർ ഈ ഒരു 34-ാം വയസ്സിൽ ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തായാലും ക്ലബ് ഫുട്ബോളിൽ കളി തുടരും. ഏറ്റവും ചുരുങ്ങിയത് ഡിസംബർ മാസം വരെയെങ്കിലും അദ്ദേഹം കളി തുടരും. സാന്റോസുമായിട്ടുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാക്കണം. അതിനുശേഷം മറ്റെവിടേക്കെങ്കിലും മൂവ് ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം മാർസലോ ബെച്ച്ലർ, ബ്രസീലിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോൾ നിരീക്ഷകരും ജേർണലിസ്റ്റൊക്കെയാണ്. അദ്ദേഹം ഇന്നലെ TNT സ്പോർട്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നെയ്മർ ഇനിയും ബ്രസീലിന് വേണ്ടി കളിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം അദ്ദേഹം പറയാൻ കാരണം, ആൾ വലിയ രൂപത്തിൽ നിരാശനാണ്, ഫ്രസ്ട്രേറ്റഡ് ആണ്, സാഡാണ്, വലിയ പ്രഷറുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഹാങ് ഓവറിൽ, ആ ഒരു ഹീറ്റിലങ്ങ് ഞാൻ ഇനി കളിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഇനി അദ്ദേഹം കുറച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 2 കൊല്ലം കൂടി കോപ്പ അമേരിക്ക വരെ കളിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന് തോന്നും, ഇനി ഒരു 2 കൊല്ലം കൂടിയല്ലേ വേൾഡ് കപ്പിലേക്ക് പോകാം എന്നൊക്കെ മേ ബി അദ്ദേഹം ചിന്തിച്ചേക്കാം. അതിന് പക്ഷേ സാന്റോസിൽ തുടർന്നാൽ പറ്റില്ല. സാന്റോസിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും ഹെയ്റ്റേഴ്സും പ്രഷറൊക്കെ ഉണ്ട്. അവിടെ വിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോയാൽ ഒരു പക്ഷേ നെയ്മർക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനെ ഹാപ്പി ആയാൽ അദ്ദേഹത്തിന് കളി തുടരാനും പറ്റുമെന്നാണ് ബെച്ച്ലറുടെ ഒരു അഭിപ്രായം. സാർ അങ്ങനെ തോന്നുന്നുണ്ട്? നെയ്മർ ഇപ്പോൾ ഒരു മാനസികമായിട്ടുള്ളൊരു ദേഷ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഹാങ് ഓവറിൽ നിന്ന്, ഫ്രസ്ട്രേഷനിൽ നിന്ന് പറയുന്നതാണ്. ഇനിയും അദ്ദേഹം ഒരു പക്ഷേ കളി തുടർന്നേക്കാൻ തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാന്റോസിൽ ഒരു 4 വർഷം 2009 മുതൽ 2013 വരെ സാന്റോസിലായിരിക്കും നമ്മളിപ്പോൾ നെയ്മറിനെ കുറിച്ചൊക്കെ മീഡിയാസിലൊക്കെ അല്ലെങ്കിൽ വേൾഡിൽ പൊതുവെ അറിയപ്പെട്ടിരുന്നു വെച്ചെങ്കിൽ
ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള പെലേക്കാൾ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പക്ഷേ അല്ലേ, അപ്പം അങ്ങനത്തെ ഉള്ള ഒരു പ്ലെയർ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നൊക്കെ മീഡിയകളിലേക്ക് അവതരിപ്പിക്കും നമ്മളൊക്കെ അറിയുന്ന ആ സമയത്തൊക്കെ. പിന്നെ അതിന് ശേഷം 2013 ബാഴ്സലോണയിൽ എത്തുന്നു. 2013 മുതൽ 2017 വരെയുള്ള അപ്പോൾ ഗ്രേറ്റ് MSN ത്രയത്തിൻ്റെ ഭാഗമാകുന്നു. ആ ട്രബിള് 2014-15 സീസണിലൊക്കെ ട്രബിളിൻ്റെ ഭാഗമായിരുന്ന ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും പീക്കിൽ നിന്നായിരുന്ന സമയമാണ്. അപ്പോൾ അതിന് ശേഷമുള്ള 2017 പിന്നെ നമ്മുടെ PSG പോകുന്നത്. അപ്പോൾ അതൊരു വളരെ ബാഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് പൊതുവെ മീഡിയകളിലൊക്കെ നമ്മൾ ഒക്കെ ഒരു തെറ്റായിട്ടുള്ള ചോയ്സ്, റോങ് ആയിട്ടുള്ള ചോയ്സ് ആയിട്ടുള്ളതാണ് കരുതപ്പെട്ടിരുന്നത്. കാരണം ഒരു പക്ഷേ അവിടെ ബാഴ്സയിൽ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബാലൻഡിയോർ, 1-2 ബാലൻഡിയോറെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ബാലൻഡിയോർ അല്ലേ, അതുപോലെ തന്നെ ഒരു FIFA വേൾഡ് കപ്പ്, ബ്രസീൽ പോലുള്ള ടീമാണ്, അപ്പോൾ ടീമിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പീക്കിലിരിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ മെസ്സിയുടെ ഷാഡോയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണ് PSG പോകുന്നത്. തൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് PSG പോയത്. 6 വർഷം അവിടെ സ്റ്റേയും ചെയ്തു. പക്ഷെ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ഇഞ്ചുറികൾ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ 6 വർഷ കാലഘട്ടത്തിലൊക്കെ നമ്മളിപ്പോൾ മെസ്സിയൊക്കെ കളിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കോർ ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അതിൻ്റെ ഇടയിൽ ഒരുപാട് വർഷങ്ങൾ. പിന്നെ അതിനെ തുടർന്നാണ് നമ്മൾ വെറും 31 വയസ്സിലാണ് എവിടേക്ക് പോകുന്നത്, അൽ ഹിലാലിലേക്ക് പോകുന്നത്. ആ പോയതിലോ 7 മത്സരമാണ് കളിച്ചത്. വെറും 7, ഏകദേശം ഒരു 1.5 സീസണ്, 1.5 വർഷമാണ് അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ തുടർന്ന് പിന്നെ ഇപ്പോൾ വരുന്ന നമ്മളതിന് ശേഷമുള്ള 2026 വേൾഡ് കപ്പിൽ എത്രയാണ് പ്ലേയിങ് ടൈം കിട്ടിയെന്ന് നമുക്കറിയാം. കളിച്ചിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഉള്ളിൽ നിന്ന് ഒരു പക്ഷേ ഒരുപാട് ഭയങ്കര ഫ്രസ്ട്രേഷന് സ്വാഭാവികമായിട്ടും നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ചിടന്ന് പറയാം, എന്താ പറയുക, ഒരു പക്ഷേ പുതിയ മാറിയൊരു ഫുട്ബോൾ ലോകം, ഒരുപാട് പുതിയ പുതിയ പ്രതിഭകളുടെ ഒരു എമർജൻസ്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ അറിയുന്നുണ്ടാവാം സ്വാഭാവികമായിട്ട്. ഇനി എനിക്കും ഒരു നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സിയൊക്കെ ഒരു 35 വയസ്സ് തൻ്റെ ഫുൾഫിൽമെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്ത് ഇന്റർ മയാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് നേടിയിട്ടില്ലെങ്കിൽ കൂടി ക്ലബ് ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയ ശേഷമാണ് എന്ത് ചെയ്ത് അൽ നസറിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 33, എനിക്ക് തോന്നുന്നു 32 വയസ്സ്, 33 തികയുന്നതിന് തൊട്ട് മുമ്പാണ് സാന്റോസിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ അല്ലേ, ഇപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ സാന്റോസിലേക്ക് മടങ്ങുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം തോന്നിയുണ്ടാകാം ഇനിയൊരു ലൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ തിളങ്ങി വെക്കാൻ തരത്തിലുള്ള ഒരു ഫുട്ബോൾ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ തനിക്ക് ഒരു പക്ഷേ തോന്നിയിരിക്കാം. അപ്പോൾ ഇനി തുടരാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇനി തുടരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതാണ് അതിലൊരു കാര്യം. നെയ്മർ ജൂനിയർ തുടർന്നേക്കും എന്ന തരത്തിൽ ചിലർ ഇപ്പോഴും സ്വപ്നം കാണുന്നതിനുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആരാധകർക്കൊക്കെ നെയ്മർ ഇനിയും തുടരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ക്ലബ് ഫുട്ബോൾ അദ്ദേഹം കളി തുടരും. അത് തന്നെ ഈ ഡിസംബറിന് ശേഷം എന്താവും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പ്രകാരം നെയ്മർ ജൂനിയർക്ക് മടുത്തു. അദ്ദേഹം കളി, ക്ലബ് ഫുട്ബോളും ഒക്കെ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പിതാവ് നിർബന്ധിക്കുകയാണ്. കുറേ കൊമേഴ്ഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ കളി തുടരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇപ്പം സാറ് പറഞ്ഞ ആ നെയ്മറുടെ ജേണിയിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തി. അവിടെ മെസ്സിക്കും സുവാരസിനും ഒക്കെ ഒപ്പം വളരെ മികച്ച രൂപത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കി, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. ബാഴ്സ നെയ്മറിലേക്ക് കൂടി ചാഞ്ഞു തുടങ്ങിയ ഒരു സമയം, ആ PSG-ക്കെതിരെയുള്ള കംബാക്കൊക്കെ ഓർത്താൽ മതി. അങ്ങനെ ഒരു സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് നെയ്മർ PSG-യിലേക്ക് പോകുന്നത്. പക്ഷെ നെയ്മർ അന്ന് പോയ സമയത്ത് റിവാൾഡോയെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇത് കരിയറിൽ ഒരു പിന്തിരിഞ്ഞ് നടത്തമാണെന്നുള്ളത്. അത് ശരിക്കും അത് തന്നെയായിരുന്നു. പക്ഷേ നെയ്മർ അത് സമ്മതിക്കുന്നില്ല. നെയ്മറോട് എപ്പോൾ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ കരിയറിൽ ഏറ്റവും പീക്ക് PSG-യിലാണ് സംഭവിച്ചത്, പരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് വേറെ ലെവലാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു തവണ അവരെ ഫൈനലിലേക്ക് നെയ്മർ കൊണ്ടുപോയിട്ടുണ്ട് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ. അന്നൊന്നും PSG-ക്ക് ചാമ്പ്യൻസ് ലീഗില്ല, അപ്പോൾ കഴിഞ്ഞ 2 തവണയാണല്ലോ നേടിയത്. അതിനുശേഷം അൽ ഹിലാലിലേക്കുള്ള പോക്ക്, അവിടെ വെച്ച് വലിയ പരിക്ക് വീണ്ടും പറ്റുന്നു. ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുമ്പോഴാണ് ആ പരിക്ക് പറ്റുന്നത്. പിന്നെ അവർ ഓർഗെ ഹീസസിന് അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഇല്ലാതെ ആകുമ്പോൾ അദ്ദേഹം സാന്റോസിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ആ റിക്കവറിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും സാന്റോസിലേക്ക് മടങ്ങിയത്. സോ കരിയറിൽ നെയ്മർ ജൂനിയർ എടുത്ത റോങ് തീരുമാനങ്ങളാണ് അദ്ദേഹം എത്തേണ്ടിടത്ത് എത്താതിരിക്കാൻ ഒരു കാരണമെന്ന് സാർ കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ റോങ് ചോയ്സുകൾ ഒന്ന് പ്രധാനമായിട്ട്. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറികൾ തീർച്ചയായിട്ടും ഉണ്ട്, അത് യാതൊരു സംശയവും ഇല്ല. കാരണം
വളരെ കഠിനമായിട്ടുള്ള ഇഞ്ചുറീസ്, റോങ് ചോയ്സ്, തെറ്റായ തീരുമാനം എന്ന് പറയുന്ന ഒന്ന് പറഞ്ഞ പോലെ തന്നെ PSG പോകാനുള്ള കാരണം വളരെ ഏർലിയായി. ഇപ്പോൾ 2017, കാരണം അത് മാത്രം നല്ല പീക്കിലിരിക്കുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആ സമയത്ത് PSG ആ സമയത്ത് ഒരു നമ്മുടെ USL ഫൈനൽ പോലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സമയമാണ് ഒരു പക്ഷേ ഈ ഒരു സാധാരണഗതിയിൽ ബാഴ്സലോണ എന്ന് പറയുന്നത് വളരെ പീക്കിൻ്റെ ഇലുവേൻട്രിക്കിൻ്റെ ഒരു ടൈമാണ്, ആ കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഒരു പക്ഷേ ഇപ്പോൾ ബാഴ്സലോണ ഇപ്പം കളിച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ബാലൻഡിയോർ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഒരുപാട് നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് കളിച്ച സമയത്ത് 2014 വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. 2014 വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു സെമിഫൈനലിൽ എത്തിച്ചു. പക്ഷേ എത്രമാത്രം ബ്രസീൽ നെയ്മറിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് നമുക്കറിയാം. ക്വാർട്ടർ ഫൈനലിൽ ഇഞ്ചുറി പറ്റി, പിന്നെയാണ് ജർമ്മനിയോട് 7-1 തോൽക്കുകയൊക്കെ ചെയ്യുന്നത്. 2016 പിന്നെ നെയ്മറിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നമുക്ക് പറയാവുന്നത് ഒളിമ്പിക്സ് ഗോൾഡ്, റിയോ ഡി ജനീറോ 2016 ഗോൾഡ് നേടി. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ അത്രമാത്രം അല്ലെങ്കിൽ കൂടി ഉള്ളത്. പിന്നെ ഈ റോങ് ചോയ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് പുറമെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന സംഭവം ഇപ്പോൾ വളരെ കരിയർ ഫോക്കസ്ഡ് ആയാലും ക്രിസ്ത്യാനോയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ, അപ്പോൾ ആ ഒരു സീൻസെന്റ് വളരെ റെലൻലെസ് ആണ്. എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഇഞ്ചുറി ഹിറ്റ് ടൈം ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ എപ്പോഴും എന്ന് പറയുന്നത് വളരെ പ്രസന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. എപ്പോഴും തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് അറിയാം. അതാണ് അപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹോളിഡേയിങ്, ചില സമയങ്ങളിലൊക്കെ ഫാമിലിയുടെ കൂടെ സ്പെൻഡിങ്, പാർട്ടിങ്, ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഒരു പക്ഷേ വലിയ രൂപത്തിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതുമാണ്. അപ്പം ഞാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ കാര്യത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ചോദ്യത്തിൽ അതിലേക്കൊന്ന് കടക്കാതിരുന്നത്. ഇപ്പോൾ നെയ്മറുടെ ഒരു കരിയർ ഇപ്പോൾ 2010 ബ്രസീലിന് വേണ്ടി അരങ്ങേറുന്നത്. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ബ്രസീൽ ഒത്തുവിടുന്നുണ്ട്. ആ ഫൈനലിലൊക്കെ സ്പെയിൻ അങ്ങ് തീർത്ത് കളിയാണ്. നെയ്മർ തൻ്റെ പീക്കിൽ കളിക്കുന്നൊരു തോന്നലാണ് നമുക്ക് അപ്പം ഉണ്ടാകുന്നത്. പിന്നെ സാറ് പറഞ്ഞ 2014 വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഫിലിപ്പെ സ്കോളരി ഒരു ടീം ഉണ്ടാക്കുന്നത്. ആ ടീമിനെ സെമിഫൈനലിൽ എത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ക്വാർട്ടർ ഫൈനലിൽ സുനികയുടെ ഗുണ്ടാ സ്റ്റൈലിലുള്ള മുട്ടുകയറ്റൽ കൊണ്ട് പരിക്ക് പറ്റി അദ്ദേഹം പുറത്തായി. ഫൈനലിൽ അദ്ദേഹം ഇല്ലാതെ കളിച്ചപ്പോൾ ദുരന്തമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടു. പിന്നെ അതിനുശേഷം കോപ്പ അമേരിക്കകൾ, അവിടെയൊക്കെ നെയ്മറും കൊളംബിയയും കൂടി ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളാണ്. 2018 വേൾഡ് കപ്പ്, ഈ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷമാണത്, ബാഴ്സലോണയിൽ നിന്ന് PSG പോയതിന് ശേഷമുള്ളത്. ആ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഒരു ഫെബ്രുവരിയിലാണ് നെയ്മർ ജൂനിയറുടെ കാൽപാദത്തിന് പരിക്കേൽക്കുന്നത്. 5th മെറ്റാറ്റാർസലിനാണ് പരിക്ക് പറ്റുന്നത്. നെയ്മർക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്ന് അറിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും നെയ്മർ ജൂനിയർ റിക്കവറായി. അത് ഡോക്ടർ റോഡ്രിഗോ ലാസ്മർക്ക് നന്ദി പറയണം. പക്ഷേ ആ വേൾഡ് കപ്പിലാണ് നെയ്മർ കുറേ ചീത്തപ്പേര് സംഭവിച്ചത്. കാരണം അദ്ദേഹത്തിന് ആ കാലിന് വീണ്ടും പരിക്ക് പറ്റുമെന്ന് പേടി ഉണ്ടാവുകയും അദ്ദേഹം പരിക്ക് അഭിനയിക്കുകയാണ്, വെറുതെ വീഴുകയാണ് എന്നുള്ളൊരു സംഭവമൊക്കെ വന്നത്. നെയ്മർ എന്നെ പിന്നെ പറഞ്ഞു, ഞാൻ അന്ന് കുറച്ച് എക്സാജറേറ്റ് ചെയ്തിരുന്നു, കാരണം ഈ കാല് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ വേൾഡ് കപ്പിൽ അദ്ദേഹം പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിട്ടല്ല കളിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് 2019 കോപ്പ അമേരിക്ക, ബ്രസീൽ കപ്പടിക്കുന്നതാണ്. നെയ്മർക്ക് ആ ടൂർണമെൻറ്റ് കളിക്കാനേ പറ്റിയില്ല, പരിക്ക് പറ്റിയിട്ട്. അല്ലാതെ തന്നെ വേറൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വലിയ വിവാദം, പോലീസ് കേസ്, ക്യാമ്പിൽ പോലീസ് വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു അന്നും. പക്ഷേ ടിറ്റെ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുകയാണ്, കളിപ്പിക്കും, എന്തായാലും കോപ്പ അമേരിക്ക കളിപ്പിക്കും എന്നും പറഞ്ഞിട്ട്. പക്ഷേ അവസാനം പരിക്ക് പറ്റി സ്കോഡിൽ നിന്ന് പുറത്തായി. ബ്രസീൽ ആ കോപ്പ അമേരിക്ക ജയിക്കുകയാണ്. പക്ഷേ നെയ്മർക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് ഒരു 2021 അർജൻറ്റീന ചാമ്പ്യന്മാരായ കോപ്പ അമേരിക്ക, അതിൻ്റെ ഫൈനലിൽ നെയ്മർ ഒരു തീപ്പൊരി കളിയാണ് കളിച്ചത്. നെയ്മറെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അമ്മാതിരി ഫൗളുകളും കാര്യങ്ങളൊക്കെ അർജൻറ്റീനയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ ആ കപ്പ് അർജൻറ്റീന കൊണ്ടുപോയി. 2022 വേൾഡ് കപ്പിലേക്ക് എത്തുന്നതിന് തൊട്ടുമ്പോൾ നെയ്മർക്ക് പരിക്ക്, വേൾഡ് കപ്പിനിടയിലും പരിക്ക്, എന്നിട്ട് ചില മത്സരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ. ക്രൊയേഷ്യക്ക് ഇതിലൊരു കിടിലൻ ഗോളടിച്ചു, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ വേൾഡ് കപ്പിലും അദ്ദേഹത്തെ പരിക്ക് വേട്ടയാടി. പിന്നെ കളിച്ചത് ഈ വേൾഡ് കപ്പാണ്, ഇവിടെയും പരിക്ക് വേട്ടയാടി. സോ നെയ്മറുടെ ഈ ബ്രസീൽ കരിയർ എന്ന് പറഞ്ഞാൽ പരിക്ക് നശിപ്പിച്ചൊരു കരിയറാണോ? ഇത് തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഇഞ്ചുറി ഹിറ്റായിട്ടുള്ള ഇഞ്ചുറി കാരണം ഒരു പ്രിമേച്ചറായിട്ടുള്ള ഒരു എന്താ പറയുക എൻഡിങ് വന്നിട്ടുള്ള ഒരു നമ്മൾ നെയ്മറുടെ നേട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ കാലഘട്ടത്തിനിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് തന്നെ കോൺഫെഡറേഷൻ കപ്പ് 2013 അതിലെ ഒരു പക്ഷേ തീർച്ചയായിട്ടും
ഒരു നല്ല ഒരു കാരണം സ്പെയിൻ പോലുള്ള ടീമിനെ സ്പെയിൻ അക്കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളിംഗ് നാഷൻ എന്നുള്ള ആ ഒരു ടീം എന്നുള്ളതിൽ അറിയപ്പെടുന്ന 2008 യൂറോ, 2010 വേൾഡ് കപ്പ്, 2012 യൂറോ, അതെ ആ കോൺഫെഡറേഷൻ കപ്പ് 3-0 ഒക്കെയാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. തുടർന്ന് വന്ന 2014 വേൾഡ് കപ്പിൽ നല്ല പെർഫോമൻസ്, 4 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. 4 ഗോൾ അടിച്ചിട്ടുണ്ട്, ബ്രസീലിനെ ഏറ്റവും മുന്നിൽ നയിക്കുക ചെയ്തതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഇഞ്ചുറി, ആ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ കൊളംബിയായിട്ടുള്ള ഇഞ്ചുറി ബ്രസീലിനെ തകർത്ത് കളഞ്ഞു. സ്വാഭാവികമായിട്ടും അതാണ് ആ സെമി ഫൈനൽ നമ്മൾ കണ്ടത്, പ്രതിഫലനാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം പരിക്കുകളുടെ ഘോഷയാത്ര ഇടക്കിടക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നുള്ളതാണ്. ഇപ്പോൾ പരിക്കുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിനിടയിൽ വലിയ ഗ്യാപ്പുകളാണ്. ഈ വലിയ ഗ്യാപ്പുകൾക്കിടയിൽ ഇതാണ്. അപ്പോൾ ഈ വലിയ ഗ്യാപ്പുകൾ നമ്മൾ റിക്കവർ ഇപ്പോൾ ഇവരൊക്കെ നമ്മൾ മെസ്സിക്ക് നമ്മൾ പരിക്കുകൾ കാണാറുണ്ട്. തിരിച്ചു വരികയാണെങ്കിൽ വളരെ ഹെവി ഇഞ്ചുറി അല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ നീണ്ടെടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഫോക്കസ്ഡ് ആയി തിരിച്ചു വരാറുണ്ട്. അതിൽ വലിയ ഗ്യാപ്പുകൾ ഉണ്ടാവാറില്ല. ക്രിസ്ത്യാനോയുടെ നമുക്ക് അങ്ങനത്തെയുള്ള ഗ്യാപ്പുകൾ കണ്ടിട്ട് കുറേ ആയി, അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പക്ഷെ നെയ്മറിനെ സമയത്തോളം എന്ന് പറയുന്നത് പരിക്കുകൾ നമ്മൾ ആലോചിക്കും. ഒരു വർഷം മുഴുവനായിട്ട് ഒരാളെ സംബന്ധിച്ചത് പോലെയുള്ള ഹൈലി ടാലന്റായ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2023 അവസാനമായിട്ട് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വേൾഡ് കപ്പിന് പിന്നെ അദ്ദേഹം ബ്രസീൽ ടീമിനെ ജേഴ്സി അണിഞ്ഞ് വരുന്നത്. അതും ഈ സാറ് പറഞ്ഞ പോലെ 1 വർഷം 1.5 വർഷമൊക്കെ പുറത്തിരുന്നിട്ട് മടങ്ങി വരുന്ന ഒരാൾക്ക് മറ്റ് ഇഞ്ചുറീസ് വരും, മസിൽ പ്രോബ്ലംസ് നിരന്തരം വരും. അത് റൊണാൾഡോ നസാരിയോ പറയുന്നുണ്ട്, ഞാനിത് അനുഭവിച്ചതാണ്. വലിയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ തിരികെ വരാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പരിക്കാണ് നെയ്മറെ ഒരു വലിയ ഗ്ലോറിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞത്. ഇന്നിപ്പോൾ നെറ്റോ, മുൻ ബ്രസീലിയൻ താരമാണ്, ഇപ്പോൾ വലിയ നെയ്മർ വിമർശകനാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, നെയ്മർ ഞാൻ ബ്രസീലിന് വേണ്ടിയെല്ലാം സമർപ്പിച്ചു, ഞാൻ ചരിത്രം എന്നൊക്കെ പറഞ്ഞെടുത്ത്. എന്ത് ചരിത്രമാണ് നെയ്മർ ഉണ്ടാക്കിയത്? എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. കോപ്പ അമേരിക്ക ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ആകെയുള്ളതൊരു കോൺഫെഡറേഷൻ കപ്പും ഈ ഗോൾഡ് മെഡൽ, ഒളിമ്പിക് ഗോൾഡ് മെഡൽ. അത് ജർമ്മനിയുടെ 3-അംഗ ടീമാണ് ആ കളി കളിച്ചത്, ഫൈനലിൽ കളിച്ചത് അന്ന്. എന്നിട്ടും പെനാൽറ്റി ഷൂട്ടൗട്ടിലല്ലേ ജയിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്രസീൽ കരിയറിലില്ല. പിന്നെ ഈ ഒളിമ്പിക് ഗോൾഡ് എന്തായാലും ഗ്ലോറിഫൈ ചെയ്ത് പറയാം. അന്ന് വരെ ബ്രസീലിന് ഒരു ഒളിമ്പിക് ഗോൾഡ് ഉണ്ടായിരുന്നില്ല, അതവിടെ കിട്ടിയെന്ന് പറയാം. പക്ഷേ ഒളിമ്പിക് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത് അണ്ടർ 23 ഫുട്ബോളാണ്. ആകെ 4 സീനിയർ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തി കളിക്കുന്ന പറയാവുന്നത് ബ്രസീലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫുട്ബോളിൽ നേടുന്നത്. മാത്രമേ ഉള്ളൂ. അതാണ് അതിനെങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നെയ്മർ ഇതെല്ലായിരുന്നു അർഹിച്ചത്, ഇതിനപ്പുറത്തേക്ക് അർഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുമ്പോൾ റെക്കോർഡ് ബുക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പെലെ 79 ഗോളുകൾ ബ്രസീലിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതും മറികടന്ന് 80 ഗോളുകൾ നെയ്മർ നേടിയിട്ടുണ്ട്. 130 കളികൾ 80 ഗോളുകൾ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ നെയ്മർ പെലെയേക്കാൾ മുകളിലാണെന്നൊക്കെ ഈ കണക്കൊക്കെ വെച്ച് പറയും. അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ബ്രസീലിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ അർഹിച്ചിരുന്നില്ലേ? വലിയ നേട്ടമാണ്. പക്ഷെ അതിന് മറുവശമുണ്ട്. ഇപ്പോൾ എപ്പോഴാണ് പെലെ വിരമിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരൊക്കെ എല്ലാ ഫുൾഫിൽമെന്റ് എല്ലാം നേടിക്കഴിഞ്ഞിട്ടാണ് പെലെ വിരമിക്കുന്നത്. എനിക്ക് തോന്നുന്നു 31 വയസ്സിൽ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വിരമിച്ചിട്ടുണ്ട്. 3 വേൾഡ് കപ്പ് ഉണ്ട്, 3 വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞു. അപ്പോൾ ഫുൾഫിൽമെന്റ് ഒരു പീക്കിലാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ പിന്നെന്താ പറയുക, ഇപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്കൊരു റെക്കോർഡ് ബുക്ക് നമുക്ക് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, ഒരു ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ തലത്തിൽ ഗോളുകൾ നേടിയിട്ടുള്ളത് എന്നുള്ളത് അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സ്വാഭാവികം ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരും നേടിക്കൊണ്ട് ഇപ്പോൾ മുമ്പ് ഒരു ബെഞ്ച് മാർക്ക് അലിദായി ഉണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നു ക്രിസ്ത്യാനോ മെസ്സിയും ഒക്കെ ഇറങ്ങി. മെസ്സി ഇപ്പൊ 120 146 ഗോളുകളായി അല്ലെ. അപ്പൊ അതങ്ങനെ എനിക്ക് തോന്നുന്നു റെക്കോർഡുകൾ അതങ്ങനെ പുതിയ പുതിയ കാലഘട്ടം വരുന്ന മാറിക്കൊണ്ടിരിക്കുക. എന്നാലും സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ബ്രസീലിനെ സംബന്ധിച്ചോളം നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ പറയുമ്പോൾ നെയ്മർ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചുള്ള ഒരു ലെജൻഡ്, ബ്രസീൽ ലെജൻഡ്. അതുപോലെ തന്നെ ഈ ജനറേഷനിലെ ഇവരുടെ ജനറേഷനില്ല. പക്ഷെ എന്നാലും നമ്മളവിടെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് മെസ്സി. നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന മെസ്സി നെയ്മർ ഇപ്പോൾ ഈ രംഗത്ത് വരുമ്പോൾ, യൂറോപ്പിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്ന സംഭവം എന്ന് പറയുന്നത് മെസ്സി, ക്രിസ്ത്യാനോ, അതിനുശേഷം തൊട്ടുടനെ അടുത്ത് വരാവുന്ന
ആവുന്ന അല്ലെങ്കിൽ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന റൈവലിൻ്റെ അടുത്തത് തുടർന്ന് തന്നെ ബാലൻഡിയോർ നേടാൻ പോകുന്ന ഒരാൾ ആളുകൾ എന്ന രീതിയിലാണ് മെസ്സി നെയ്മറെ നമ്മൾ കരുതുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതാണ് ഇതിൽ ഒരു വലിയ സങ്കടവും. നെയ്മർ ഇതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ടാലൻ്റൊക്കെ വെച്ച് അർഹിച്ചിരുന്നത്. ഇതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു കളിക്കാരനാണ്. ഇനിയിപ്പോൾ നെയ്മർ തന്നെ സ്വയം തീരുമാനമെടുത്തിട്ട് ഇനി ബ്രസീലിന് വേണ്ടി കളിക്കാനില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോഴേക്കും നെയ്മർക്ക് 38 വയസ്സേ ആവുള്ളൂ. ഇപ്പം ബെച്ച്ലർ പറയുന്ന ഒരു കാര്യം കൂടി ഞാനോട് ചേർത്ത് പറയുകയാണ്. മെസ്സി 38ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പ് കളിച്ച് ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുവന്നു 39ാമത്തെ വയസ്സിൽ. പക്ഷെ ഒരു ടൈലർ മെയ്ഡ് ടീം മെസ്സിക്ക് ചുറ്റും ഒരു ടീം ഉണ്ടാക്കി, അതനുസരിച്ചാണ് ടീം പോയത്. ക്രിസ്ത്യാനോ 41ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പ് കളിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അങ്ങനെ ഒരു ടൈലർ മെയ്ഡ് ടീം ആയിരുന്നില്ല. ഒരുപാട് നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ഫുട്ബോളിൽ പോകാനും അതുകൊണ്ട് കിരീടങ്ങളുടെ കാര്യത്തിൽ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ കേട്ടോ, അല്ലാതെ യൂറോ കപ്പ് കഥയിൽ നേടിയിട്ടുണ്ടല്ല പറയുന്നത്, വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ നേടാൻ കഴിയാതെ പോയി. ഇനിയിപ്പോൾ 38 വയസ്സിൽ നെയ്മർ വേൾഡ് കപ്പ് കളിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു ടീം ഉണ്ടാക്കിയാൽ അത് സക്സസ് ആവില്ല എന്നും, കാരണം മെസ്സി അല്ല നെയ്മർ എന്നും ബെച്ച്ലർ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇനിയിപ്പോൾ ആഞ്ചലോട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത ഒരു ജനറേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നെയ്മർ, കാസമിറോ, ഡാനിലോ ഇവരൊക്കെ പോയി എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി പറയുന്നത്. അപ്പം ഇനി ഒരു സ്വപ്നം കാണണ്ട, ഒരു തിരിച്ചുവരവ് നീ പ്രതീക്ഷിക്കേണ്ട. അപ്പം മെസ്സിയൊക്കെ നേരത്തെ വിരമിച്ചിട്ട് തിരിച്ചു വന്നതാണ്, അതുപോലെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട. ഇല്ല, ബ്രസീൽ ഇപ്പോൾ നല്ലത് കണ്ടില്ല. നമ്മളിപ്പോൾ ട്രാൻസിഷൻ പീരീഡിൽ കൂടിയാണ്, ജനറേഷണൽ ഷിഫ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ നെയ്മറെ സമയത്തോളം ഒരുപാട് നമ്മളിപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ രീതിയിലുള്ള ഒരു ഡിക്ലൈനാണ് സാധാരണഗതിയിൽ. പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ കണ്ടു ഒന്നുകൂടി മെന്റലി ടയേർഡാണ്. സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഇനി ആ ഒരു കോൺഫിഡൻസ് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോയുടെ മാതിരി മെന്റാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, മെന്റാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രെയിനിങ് സെഷനിലൊക്കെ നെയ്മർ എന്ന് പറയുന്നത് വളരെ കമ്മിറ്റഡ് ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു ഓഫ് ദ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മളത് അവിടെ ടൈം എടുക്കുന്നുണ്ട്, അവിടെ കുറേ സമയം പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ക്രിസ്ത്യാനോയുടെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ, ഇങ്ങനെ ഓഫ് ഫീൽഡ് പോയി കഴിഞ്ഞാൽ വളരെ ഇതിൽ ഫോക്കസ്ഡ് ആണ്, വളരെ പെട്ടെന്ന് ഇതിലേക്ക് വരും. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറയും നമ്മൾ എപ്പോഴും ആ ഷേപ്പിലേക്ക് ഒരു ഫോക്കസ് ആ ഒരു ഏരിയയിലാണ് ക്രിസ്ത്യാനോ നിൽക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോഞ്ചവിറ്റി, ആ ലോഞ്ചവിറ്റി ഇപ്പോൾ മെസ്സി ലോഞ്ചവിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നണോ, ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലേയേഴ്സിൻ്റെ ഒരു താരതമ്യമല്ല ചെയ്യേണ്ടത്, ലോഞ്ചവിറ്റിയുടെ കാര്യം ഫിസിക്കൽ കണ്ടീഷനിലൊക്കെ ഒരു 40-42 വയസ്സിലൊക്കെ ഇതേപോലെ തന്നെ ഒരാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ആക്ച്വലി എന്താ പറയുക വലിയ ഒരുപക്ഷെ ഡിക്ലൈനിലാവാം, ഫോമൊന്നുമില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു റെലൻലെസ് ഫോക്കസ് ആണ്, ആ ഒരു ഫുട്ബോൾ നിലനിർത്തുന്നതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ലൈഫ് സ്റ്റൈലുകളിലും സംഭവങ്ങളിലൊക്കെ ഒരു പക്ഷേ ഉള്ള ഒരു പാളിച്ചകൾ കൂടി ഇതിൽ വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ നിരന്തരം പരിക്ക് പറ്റാനുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ തന്നെയാണ് അങ്ങനെ ഡിഫൻഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിൽ സ്കില്ലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണോ സംഭവിച്ചത് ശരിക്കും? അങ്ങനെ നമ്മൾ നെയ്മറിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളിക്കുമ്പോൾ വളരെ പാഷനായിട്ട് അഗ്രസീവായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ അങ്ങനെയുള്ള പ്ലേയേഴ്സ് നമ്മൾ കാണാറുണ്ട്. എന്നാലും ഇഞ്ചുറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ഇത്ര വലിയ ലോങ് പീരീഡൊന്നും ഇതേപോലെ തന്നെ ഇങ്ങനെ ഇഞ്ചുറികളിലും കൂടുതലായിട്ട് നിൽക്കാറൊന്നുമില്ല. പക്ഷേ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ അത്രമാത്രം ഗുരുതരമായിട്ടുള്ള പക്ഷേ ഇഞ്ചുറി ഉണ്ടെങ്കിൽ പോലും ഇത്ര ലോങ് പീരീഡ് നിൽക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ACL ആയിരുന്നു, സ്വാഭാവികമായിട്ടും റിക്കവർ ആകാൻ സമയമെടുക്കും. മറ്റൊന്ന് 5th മെറ്റാറ്റാർസലിനായിരുന്നു. അങ്ങനെ കിട്ടേണ്ടടുത്ത്, അതായത് കിട്ടാൻ പാടില്ലാത്തടത്ത്, ഒരു ഫുട്ബോൾ പ്ലെയർക്ക് കിട്ടാൻ പാടില്ലാത്തടത്താണ് ഇഞ്ചുറി കിട്ടിയത് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വലച്ച് കളഞ്ഞത്. പിന്നെ ഇത് തന്നെയാണ് നമുക്ക് കൺക്ലൂഷനിൽ പറയാനുള്ളത്. പോക്ക് ഇത്തിരി നേരത്തെ ആയിപ്പോയി. നെയ്മർ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം ഇതല്ല അർഹിച്ചിരുന്നത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.